നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ്. നീ താമസിക്കുന്നിടത്തോട്ട് ഒരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോൾ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റ് ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണ. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, നിങ്ങളെ കാർ താറ സൈഡ് എനിക്കുണ്ട്. കാണിപ്പിച്ചു. നിങ്ങളെ കാർ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. സംഭവം ഭയങ്കര രീതിയിൽ ഈ ഒരു വിഷയം, അതായത് നമ്മുടെ ദിയ കൃഷ്ണ അവരുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു വലിയൊരു പ്രശ്നം, അത് ഭയങ്കര ഗുരുതരമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആകെപ്പാടുള്ള ഒരേ ഒരു ചെറിയൊരു ചിലപ്പോൾ നമുക്ക് ഇത് ഇത്രയും ഉണ്ടാവുമോ എന്ന് തോന്നാൻ, അഥവാ ദിയ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് ഇവർ വന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വന്നേക്കുന്നത് 68 ലക്ഷം രൂപ 1 ഇയർ കൊണ്ട് ഈ ഒരു 3 പേര് ചേർന്ന് അപഹരിച്ചു എന്നുള്ളതാണ് വന്നേക്കുന്നത്. അതിലിപ്പം ഡിഫമേഷൻ്റെ സൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഇനി അത് മാനനഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. തിരിച്ചിത്രയും എമൗണ്ട് തരേണ്ടി വരും, നമുക്കുണ്ടാക്കിയ നഷ്ടം എന്നുള്ളത് കണക്കാക്കിയിട്ടാണോ അറിയത്തില്ല. 68 ലക്ഷം രൂപ അല്ലാതെ ഇപ്പോൾ ഈ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 68 ലക്ഷം രൂപ 1 ഇയറിനുള്ളിൽ ഈ പറയുന്ന ആ ഷോപ്പിൽ നിന്നും ഈ 3 പേർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള കാര്യം ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫാണ്. കാരണം ഒരു ദിവസം 10,000 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും ഇവർ, അഥവാ 30 ദിവസവും, ഒരു ദിവസം 10,000 രൂപ വെച്ചിട്ട് 10 ദിവസമായി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായി. അത് 30 ദിവസമായ 3 ലക്ഷം രൂപയായി. അങ്ങനെ ഒരു 10 മാസമായ 30 ലക്ഷമായി. 30 പിന്നെ വീണ്ടും ഒരു 2 മാസം കൂടെ ഉണ്ട്. അപ്പം 30 60 അല്ല സോറി 30 36 ലക്ഷം രൂപയായി. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം 20,000 രൂപ വെച്ച് ഇവർ കൊണ്ടുപോകണം. അങ്ങനെയാണ് 20,000 രൂപ വെച്ച് ഇവർ കൊണ്ടുപോകുമ്പോഴേക്കും അത്രയും സ്റ്റോക്ക് അവിടെ നിന്ന് കുറയും. ആ സ്റ്റോക്ക് കുറയുമ്പോഴേക്കും അതിൻ്റെ ഓണറായിട്ടുള്ള, അഥവാ ആ ഷോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അതിലത്തെ വരുമാനം വരാതെ അത്രയും സ്റ്റോക്ക് അവിടെ പോയി എന്നുള്ള കാര്യം ഇത്രയും നാളുകൊണ്ട് എന്തുകൊണ്ട് ദിയയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് ഒരു ചെറിയ ചിന്തയാണ്. അത് അറിയത്തില്ല, കാരണം അതിന് ബാക്കി ഫർദർ കാര്യത്തിലേക്ക് ഇതെല്ലാം വരുമായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം, ദിയ കൃഷ്ണ ഇക്കാര്യത്തിൻ്റെ അകത്ത് നിരപരാധി തന്നെയാണ്. ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് അറിയത്തില്ല, അത് എങ്ങനെയാണ് അത് കറക്റ്റ് ആവുക എന്നുള്ള അറിയത്തില്ല. അത് എങ്ങനെയാണ് ഇത്രയും പൈസ ഇവർ ഇത്രയും നാൾ കൊണ്ടുപോയിട്ടും അതെങ്ങനെ ഇവർ അറിയാതിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 68 ലക്ഷം എന്നുള്ള ഒരു നമ്പർ, ആ ഒരു ഫിഗർ, അത് അത്രത്തോളം അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. പക്ഷേ ബാക്കി എല്ലാ വഴിക്ക് നോക്കിയിരുന്നാലും, ഏത് വഴിക്ക് നോക്കിയിരുന്നാലും ദിയ കൃഷ്ണയുടെ ഭാഗത്തിനാണ് ന്യായം. അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ദിയയുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വോയിസ് ശ്രദ്ധിക്കണം. ഇതിനകത്ത് കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഒന്ന് കേട്ടോളൂ. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്നതെല്ലാം അടുത്തിരുന്നുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ ക്രൈം പാർട്ട്നേഴ്സ് കേൾക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം. അതായത് ദിയ കൃഷ്ണയെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ സ്റ്റാഫുകൾ എന്ന് പറയുന്ന ഇവരുടെ ഉദ്ദേശശുദ്ധി അത്ര നല്ലതൊന്നുമല്ല. അവരിപ്പോൾ ജാതി കാർഡും മറ്റേ കാർഡും മറിച്ച കാർഡ് നാണം ഉണ്ടോടെ ഈ 2025 അകത്ത് ജാതി കാർഡ് കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ജാതീയപരമായി അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, റേസിസ്റ്റ് പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങളുടെ വായ്ക്കകത്ത് പഴം വെച്ചിട്ടുണ്ടായിരുന്നു? ഇത്രയും നാൾ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു? എത്ര പെട്ടെന്ന് ഇവർ അകത്താകുമായിരുന്നു? നിങ്ങൾക്കെതിരെ അങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എവിഡൻസോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് എല്ലാ കയ്യിൽ നിന്ന് പോയി അവർ കൊടുത്ത കേസ് അവർക്ക് അനുകൂലമായിട്ട് വരുന്നുള്ള രീതിയിൽ പബ്ലിക്കും ആ രീതി ചിന്തിച്ചു, രാഷ്ട്രീയം മറ്റുള്ള എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഉയർത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സൈഡിൽ നിന്നും അതിൻ്റെ തോട്ടി കൊണ്ടുപോയി വിശ്വാസം കൊണ്ടാവാം, വിശ്വാസത്തിൻ്റെ അന്ധത കൊണ്ടാവാം അത് ചതി ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം ഗർഭിണിയും അതുപോലെ തന്നെ ആ ഒരു കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട കല്യാണം ഈ ദിവസങ്ങളിൽ ഈ ഒരു കഴിഞ്ഞ 1 വർഷമായിട്ട് ആ കുട്ടി തിരക്കിലായിരുന്നു. അപ്പോൾ ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതിനിടയിൽ നിന്ന് പറ്റാവുന്ന പൈസ അത്രയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവർ പോകുമായിരുന്നു. എന്നിട്ട് തെറ്റുപറ്റി എന്നുള്ള കാര്യം പറയുന്നുണ്ടോ, അവർ സമ്മതിച്ചു. അപ്പോൾ രണ്ടാമത് ഈ കൃഷ്ണകുമാർ ഇവരെ വിളിച്ച് ഇവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലരും ചോദിച്ച ചോദ്യമാണ്, പോലീസിൽ കൊടുത്തുകൂടായിരുന്നു? ചിലപ്പോൾ ഈ സംസാരിച്ചിട്ട് ഇവരെ അങ്ങോട്ട് അത്രയും ബുദ്ധിമുട്ടിക്കണമെന്നോ അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇവരെ നാണം കെടുത്തലോ ടാർണിഷ് ഇടുന്ന ആഗ്രഹം അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും കാലം ഒരുമിച്ച് വർക്ക് ചെയ്തല്ലേ, സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. നോക്കാം, ബാക്കി കേൾക്കാം. നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്ക് പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്.
നിങ്ങളെ കാർ താറ സൈഡ് എനിക്കുണ്ട്. ഞാൻ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെ കാർ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ചെയ്തിട്ടില്ല. കേൾക്കാൻ വൈകി ഞാൻ സൂചിച്ചത് ഞാൻ പോകുന്നു പറ. അടുത്തിരിക്കുന്ന ഒരു തീ പറയുന്നുണ്ട് കേൾക്കാൻ പോയി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് പോകണമെന്ന് പറ. ആലോചിച്ച് നോക്കണം, ഇവർ ഒരു അൾട്ടിമേറ്റ്ലി ഒരു മറ്റേ ജന്മനാൽ കള്ളൻ എന്നൊക്കെ നമുക്ക് ഒരാളെ പറയാൻ പറ്റത്തില്ല. ഒരു ജന്മനാൽ ഒരു കുട്ടി എങ്ങനെ കള്ളനാവുക? ആ കുട്ടി വളർന്നു വന്ന് ശൈശവം കഴിഞ്ഞ് ഒരു പരിധി എത്തി ഒരു പ്രായത്തുമ്പോഴേക്കാണ് കഷ്ടം മോഷ്ടിച്ച് ആ ഒരു പ്രവണത ഉണ്ടാവുകയെങ്കിൽ പോലും അപ്പോൾ ജന്മനാൽ കള്ളനാവത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവരെ കൂടെ നിൽക്കുന്ന ഇവരുടെ ഇന്നത്തെ ആ ഒരു എന്താണ് ചാനലിൽ കൊടുത്തേക്കുന്ന ബൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്ത് നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇപ്പോൾ മറ്റു ടാക്സ് വെട്ടിക്കുക എന്നുള്ള കാര്യവും അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി അതൊക്കെ ഇനിയിപ്പം ഇവരും തമ്മിലുള്ള ഇപ്പം എന്തെങ്കിലും തരത്തിൽ ടാക്സ് വെട്ടിക്കാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ദിയയ്ക്ക് ഒരിക്കൽ പോലും ഇത്രയും റേസ് ചെയ്തൊരു വോയിസ് അവരുടെ മേളിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അതായത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ആ കുട്ടിയെ വീണ്ടും നശിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടാക്സിന്റെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പലരുടെയും ചോദ്യമാണ് ഇതൊക്കെ ഇത്രത്തോളമൊക്കെ സെയിൽ നടക്കുമെന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിലുള്ള ഒരു മേഖലയാണ് ഈ കോസ്മെറ്റിക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ജുവലറി ഐറ്റംസും. നമുക്ക് ഇത്രയും വില കൂടി ഗോൾഡിന്റെ ഏറ്റവും വലിയ റേറ്റിൽ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. എന്നാലും ഗോൾഡിന്റെ സെയിലിനെ കുറിച്ച് നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഇപ്പോഴും ടോപ്പാണ്. റെക്കോർഡ് സെയിലുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ആൾക്കാർക്ക് ഇതിനോടൊക്കെ വലിയ ഭ്രമവും താല്പര്യവും ആണ്. അവർക്ക് ഒരുങ്ങി പോകാനും ഒക്കെ ഗോൾഡ് വാങ്ങണം ഇത്ര രൂപ ഇതാകുമ്പോഴേക്കും അത്രയും പൈസ ആവത്തില്ല, ഗോൾഡ് പോലെയൊക്കെ തോന്നിക്കും. സോ അതുകൊണ്ട് ഒത്തിരി പേര് വാങ്ങുന്നൊരു കാര്യമാണ്, വലിയൊരു മേഖലയാണ്. അപ്പോൾ അതിനകത്ത് ആ കുട്ടിയെ ഉണ്ടാക്കിയെടുത്ത് അത്രയും ബിസിനസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ കഷ്ടപ്പാടും കൂടെയാണ്. സോ അത് ഓൺലൈൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇവർ ഓഫ്ലൈൻ ആയിട്ടുള്ള സ്ഥാപനത്തിലുള്ള സെയിലാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പൈസ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. സോ ആ ഒരു എമൗണ്ടിന്റെ കാര്യം പുറത്തു പറഞ്ഞു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട്. 50,000 ആണോ ഉദ്ദേശിക്കുന്നത്? അവർ ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട് പൈസ. ഈ പെൺകുട്ടിയുടെ അഥവാ ദിയ കൃഷ്ണയുടെ അവരുടെ സ്ഥാപനത്തിൽ നിന്നും അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി അവരുടെ വിശ്വാസം പറ്റി അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ നിൽക്കുന്നത് പോലെ നിന്നിട്ട് അവരുടെ പൈസ ഇവരെ ഓരോരുത്തരും ഷെയർ ചെയ്തെടുത്തു എന്നുള്ള കാര്യം ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു പറ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ച് നോക്കും, ഇവിടെ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? പലരും ചിന്തിക്കും ദിയ കൃഷ്ണയുടെ സംസാരം കേട്ടില്ലേ, എന്ത് അഹങ്കാരിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, നിങ്ങൾ ചോര നീരേക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഏതെങ്കിലും ഒരുത്തനെ ഒരുത്തി ഉളുപ്പില്ലാതെ ആ പൈസ നിങ്ങൾ അറിയാതെ നിങ്ങൾ നിന്ന് വഞ്ചിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വേദന എന്തായിരിക്കും? നമ്മുടെ അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമ്മളെ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എനിക്കൊക്കെ അത് ഉറപ്പായിട്ട് മനസ്സിലാവും. 2-3 സ്ഥാപനങ്ങൾ നടത്തിയതാണ്, അതെല്ലാം പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ അത് പോയിട്ടുണ്ട്, പല കാരണങ്ങളും ഉണ്ട്. അതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അനുഭവ ഗുരു എന്ന് പറയുന്നതാണ്. അവിടെ ഈ കുട്ടിക്ക് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇവർ ഈ പൈസ എടുത്തുകൊണ്ട് പോയ കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. ഇതിനപ്പുറത്ത് എന്താ ഇനി വേണ്ടേ? പിടിച്ചകത്തിരണം എല്ലാത്തിലും. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1,000 വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ അവരുടെ മുഖത്തെ പരിഭ്രമത്തിലുണ്ട്. ആ ഇവരുടെ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഫേസ് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി, തെറ്റ് ചെയ്യാത്ത മറ്റൊരാൾ നമ്മൾ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സംസാരം ടോൺ തോന്നായിരിക്കും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യടാ അല്ല ചേടി എന്നങ്ങ് പറയും. അതിൻ്റെ അപ്പുറത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവത്തില്ല. നീ ഉണ്ടാക്ക് നമുക്ക് കാണാം എന്ന് പറയും. അതല്ലാതെ ഇങ്ങനെ താഴ്ന്ന് നമസ്കരിച്ചതുപോലെ സംസാരിക്കണമെങ്കിൽ ഉപ്പ് തിന്നു അത് വെള്ളം കുടിക്കുക തന്നെ വേണം, അത്രേ ഉള്ളൂ. ഞാൻ ഗർഭിണി എന്റെ പുറത്തേക്കൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? 100 ഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കൂടെ ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് വായി ഒഴിച്ചിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. അപ്പുറത്തിരുന്ന ഒരു സ്ത്രീ ആണെങ്കിലും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ജാതിക്കാട് ഇറക്കി കളിച്ച് ആ പെൺകുട്ടിയുടെ പൈസ അടിച്ചോണ്ട് പോയി എന്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞു കേട്ടു, അച്ഛൻ നായരാണ്, അമ്മ ഈഴവയാണ്, കെട്ടിക്കൊണ്ടുവന്ന പയ്യൻ ബ്രാഹ്മണാണ്, കെട്ടിക്കൊണ്ടുവന്ന് വെച്ചാൽ ആ പങ്കാളി ബ്രാഹ്മണാണ്. ഇങ്ങനെ അവരുടെ തന്നെ കാസ്റ്റിൽ മിക്സഡായിട്ട് കിടക്കുന്നുണ്ട്. ഈ ജനിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടി അപ്പോൾ ആ ഒരു കാസ്റ്റിൻ്റെ എങ്ങനെയൊക്കെ വരും എന്നതടക്കം പലതും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ആ
കുട്ടിക്ക് ഇപ്പം നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക വിഷമം അതിന് നിങ്ങൾക്ക് ഓട്ടയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ജാതിക്കാർ ഇറക്കി, ഇനി ജാതീയമായിട്ട് കുറച്ച് ആൾക്കാർ ഇറക്കിയിട്ട് ഇത് കൃഷ്ണകുമാർ മറ്റേ BJP കാരൻ, മറ്റേ RSS കാരൻ, അവൻ മറ്റേ ചാണകമാണ്, മറ്റേതാണ് മറിച്ചാണ്, പണ്ട് മറ്റേ കുഴികുത്തി ആ പരാമർശത്തിനൊക്കെ നമ്മൾ നന്ന വിമർശിച്ചിട്ടുള്ള. പക്ഷേ ഇത് അതുപോലത്തെ വിഷയമല്ല. ഇത് അവരുടെ ജീവിതത്തിനകത്ത്, വ്യക്തിജീവിതത്തിനകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്കകത്ത് ഇത് രാഷ്ട്രീയമേ അല്ല. ഇതിനകത്ത് ജാതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജാതി പറഞ്ഞവൻ ആദ്യം പിടിച്ചകത്തിടണമെന്നാണ് ഞാൻ പറയുന്നത്. ജാതി പെണ്ണാണ് ഞാനൊന്ന് പറഞ്ഞിട്ട് വഴക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ. കേട്ടാ കേട്ടാ, സോറി ചേച്ചി, സോറി അല്ല പച്ചത്തെറി വിളിക്കുന്നു. സോറിയാ, സോറി, ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് തന്നെ സോറി? കണ്ടല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെ, പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ കൊല്ലും. യൂട്യൂബിലൂടെ നിങ്ങളുടെ എടീ ഫ്യൂച്ചർ തുലയ്ക്കുമെന്നൊക്കെ ആ കുട്ടി പറയുന്നെങ്കിലേ ആ കുട്ടിയുടെ പൈസ പോയില്ലേ? നിങ്ങളോ ഞാനോ ഒക്കെ ആണെങ്കിൽ ഇതിന്റെ അപ്പുറം ചെയ്യും. ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളഞ്ഞേനെ. ഈ പറച്ചിലൊന്നും നിൽക്കത്തില്ലായിരുന്നു, അത് വേറെ വഴിക്ക് പോയേനെ കാര്യങ്ങൾ. അതാ പറഞ്ഞേ, ആ കുട്ടി ആയിട്ട് സംസാരിച്ചങ്ങ് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ പൈസ പോയി. അതുകൊണ്ട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയും, കേൾക്കാൻ ബാധ്യസ്ഥരാണ്, ഇവർ സമ്മതിക്കുന്നുണ്ട് തെറ്റ്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇവരുടെ മറ്റേ എന്താ പറയാ ഇങ്ങോട്ടെ വിളിച്ചിട്ട് നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ? ആ വോയിസ് കേട്ടാ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞത്. അതിനിടെ പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റുകാരെ ഇളക്കി വിട്ട് നീയൊക്കെ പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇറക്കാൻ പറ്റി വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഉടനെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും കാലം മറ്റേ പൊന്നെ തേനെ കരളെന്ന് പറഞ്ഞിട്ട് പൈസ അടിച്ചു മാറ്റി സ്നേഹത്തോടെ നിന്നവർ പിന്നെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിരിക്കുന്നു. നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. നിങ്ങൾ പേടിക്കാണ്. ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. ഓഡിയോടാ എനിക്ക് അയച്ചു തന്നാ നാളെ രാവിലെ 11:30 നീ താമസിക്കുന്നിടത്ത് ഒരു വണ്ടി വരും. അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോൾ നീയും ഭാര്യ എല്ലാം കൂടെ വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, അനാവശ്യം പറഞ്ഞു എന്നുള്ളതാണ്. നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിങ്ങളുടെ നീ റെക്കോർഡ് ചെയ്തോ, മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ് നിനക്ക് പേപ്പർ ചെയ്തത്? ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതാണ്? ഏത് ചാനലാണ്? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം ഇന്ന് ആരെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി ആരുടെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരെയാണ് ഇന്ന് ആരാണ് വിളിച്ചത്? ഓക്കെ, അയാൾ റേസ് ആവുന്നുണ്ട്. പുള്ളിക്കാരൻ നല്ല റെക്കോർഡ് ചെയ്തെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ താഴത്തെ കമന്റ് ബോക്സ് അടിച്ചു മാറ്റിയില്ലെങ്കിൽ 8.5 ലക്ഷം എന്തിനാണ് തിരിച്ചു കൊടുത്തത്? സത്യമല്ലേ? എന്തിനാണ് ഇവർ 8.5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തത്? അടിച്ചു മാറ്റിയിട്ടില്ല 8.5 ലക്ഷം. ഇവളുമാരുടെ സംസാരത്തിൽ അറിയാം പച്ചക്കള്ളം പറയുവാണെന്ന്. കണ്ട ആൾക്കാരുടെ കമന്റാണ്. ഇതിലെവിടെ അയാൾ ജാതിയും പാർട്ടിയും ഒക്കെ പറയുന്നത്? ട്രാക്ക് തിരിക്കാൻ നോക്കുന്നത് കൊള്ളാം. കണ്ടോ, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനകത്ത് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു, അതിനകത്ത് ജാതി കൊണ്ടുവന്നു, അതിനകത്ത് പിന്നെ വിക്ടിം കാർഡിറക്കി കളിക്കുന്നു. എന്നിട്ട് ഇവർ മറ്റേ സംഖ്യയാണ്, മറ്റേതാണ്, മറിച്ച് ചാണകമാണെന്നൊക്കെ വരുത്തി തീർത്ത് മറ്റേ കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? ഇവിടെ മറ്റേ മലയാളിക്ക് എന്ന് വെച്ചാൽ തലയ്ക്കകത്ത് ഓളമൊന്നും അല്ല. നിന്നെയൊക്കെ പോലുള്ള ഉടായ്പകൾ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിന് ആ കുട്ടിക്ക് നീതി കിട്ടണം. അത് ഗർഭിണിയും കൂടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നീയൊക്കെ ഈ ഒരു മുഞ്ചിയ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തെ ശിക്ഷ നിനക്ക് കിട്ടണം. അത് മാതൃകാപരമായിട്ട് ജനങ്ങൾ അറിയുകയും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇപ്പോഴും പറയുന്നു, തുടക്കത്തിൽ ആ പറഞ്ഞ ഒരു 68 ലക്ഷത്തിന്റെ സംഭവം ആ ഡിഫമേഷൻ സൂട്ടാണോ എന്നുള്ളത് അറിയത്തില്ല. ആണെങ്കിൽ അത് അങ്ങനെയോ എമൗണ്ടൊക്കെ നോക്കി ചിലപ്പോൾ കോടികളും വെച്ചെന്ന് വരും. അതുകൊണ്ട് നമുക്ക് അതറിയില്ല. അതല്ല, ഇവരെ പറ്റിച്ചു എന്നുള്ളൊരു എമൗണ്ടാണ് 68 ലക്ഷം എങ്കിൽ സത്യം പറഞ്ഞ് ഇത്രയും പൈസ കൊണ്ടുപോയതും ഈ കുട്ടി അറിയാതിരുന്നെങ്കിൽ ആ കുട്ടി എന്നുള്ളൊരു വ്യക്തിയുടെ അഡ്മിനിസ്ട്രേഷന്റെ ലെവലിൽ ഭയങ്കര ഫെയിലുവറാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആര്? ദിയ. അതും കൂടെ ആ കുട്ടി അതെല്ലാം മനസ്സിലാക്കി വേണം ഇനി മുന്നോട്ട് പോകാൻ. ഇനി അതല്ല ഇവർ പറ്റിച്ച എമൗണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ നഷ്ടം കണക്കിലാക്കി ആണ് ആ ഒരു സംഭവമെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരേണ്ടതാണ്. അത് നമുക്ക് അന്വേഷണത്തിലേക്ക് വരുമായിരിക്കും മേ ബി, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. എനിവേ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനകത്ത് കൾപ്രിറ്റുകൾക്ക് നല്ല ശിക്ഷ കിട്ടുകയും വേണം, ആ കുട്ടിക്ക് നീതി കിട്ടുകയും വേണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും. ബൈ.